എന്താന്ന് ഒരു വല്ലായ്മ പോലെ? ഒന്നും മനസ്സിലാകുന്നില്ല മീനാക്ഷി. എൻ്റെ ഇത്രയും നാളത്തെ സർവീസിൽ ഞാൻ സ്വപ്നത്തിൽ പോലും കാണാത്തത് നമ്മുടെ വീട്ടിൽ നടന്നിരിക്കുന്നു. അതും സൂരജിൻ്റെ കാര്യം. ആരാ അവനെ അടിച്ചത്? ഞാനൊരു സിൻസിയർ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് എന്നോട് വൈരാഗ്യമുള്ള ആരെങ്കിലും ആയിരിക്കും അവനെ അടിച്ചത്? അതോ രഘു ഒരു സിൻസിയർ കളക്ടർ ആയതുകൊണ്ട് അവനോട് വൈരാഗ്യമുള്ള ആരെങ്കിലും സൂരജിനെ അടിച്ചതാണോ എന്നറിയില്ല. ആരാ ചെയ്തതെന്നറിയില്ല. നീ അത് ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഇന്ന് എത്രയാ തീയതി? അയ്യോ ചേട്ടാ, ഞാൻ മറന്നുപോയിട്ടാ. അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ഡേ അല്ലേ? എന്താ ചെയ്യണ്ടേ? അടിച്ചു പൊളിക്കണം. എങ്ങനെ? എല്ലാ പ്രാവശ്യത്തെയും പോലെ എവിടെയെങ്കിലുമൊക്കെ പോകണം. എവിടെ? കൊടൈക്കനാൽ. ഗുഡ്. ഉടനെ പുറപ്പെടാം. ഓക്കെ ഓക്കെ. ആരാത്? വാസന വാസന വാ മോളെ. ഏയ് സൂരജ്, പ്രിയ വന്നിരിക്കുന്നു. നീ ഇരിക്കേ, വീട്ടിലേക്ക് വരാൻ നീ പറഞ്ഞു. ചേട്ടാ അങ്ങനെയൊന്നുമില്ല, വെഡിങ് ആനിവേഴ്സറി ഞാൻ പറഞ്ഞിരുന്നു, അത് ഓർത്തിട്ട് വന്നതായിരിക്കും അവള്. സൂരജ്, നിന്നെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാം പറയരുത്. പോയേട്ടാ അവിടുന്ന്. എന്തായാലും വീട്ടിലേക്ക് വന്നതല്ലേ, അച്ഛനോടും അമ്മയോടും പറഞ്ഞ് നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി. എന്താ ചേട്ടാ മനുഷ്യനെ സൂരജ്, സൂരജ്, ഏയ് ഹലോ, വരൂ വരൂ, ഇരിക്കൂ. ഹലോ സാർ. ശരി, ഞാനിപ്പോ വരാം. പയ്യനെന്താ എന്നോടൊരു ബഹുമാനം കാണിക്കാതെ ഇങ്ങനെ പോന്നെ? ആശാനെ, അമ്മ പ്രിയ അവളുടെ ചേട്ടന്റെ കൂടെ നിങ്ങളെ രണ്ടുപേരും വിഷയം വന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്നെന്നോ? അച്ഛനോട് പറഞ്ഞില്ലേ? അമ്മയെന്ന് പറഞ്ഞു വിളിച്ചോണ്ട് പോവാ. എല്ലാത്തിനും ഞാൻ വേണം. വയസ്സായില്ലേ? ഇനി എന്തിനാ നരച്ച മുടിക്ക് പെയിന്റ് പഠിച്ചോണ്ടിരിക്കുന്നത്? ഒന്ന് രണ്ട് നരച്ച മുടി കണ്ടു, അതും കറപ്പിച്ചേക്കാന്ന് വിചാരിച്ചു. അതുപോട്ടെ, ഇന്നെന്താ എത്ര വിശേഷം? അതൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ. ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമല്ലേ? ആഹാ, നിനക്ക് നല്ല ഓർമ്മയാണല്ലോ. അതിന് ആശംസ പറയാൻ വേണ്ടി നിങ്ങളുടെ മരുമോള് വന്നിരിക്കുക. മരുമോളോ? താഴെ. ഓ, എല്ലാവരും അറിഞ്ഞോണ്ടുള്ള തീരുമാനം അല്ലേ? ശരി ശരി, നീ ഇവർക്ക് കാപ്പി കൊടുക്ക്. ഞാൻ 2 മിനിറ്റ് കൊണ്ട് കുളിച്ചിട്ട് വരാം. നമസ്കാരം. നമസ്കാരം ശിവ, ഇരിക്കേ. ചേട്ടാ നമസ്കാരം. ചേട്ടാ ആ നമസ്കാരം. അല്ല, ഇത് ആരൊക്കെയാ? നമസ്കാരം നമസ്കാരം. ഓ, പിടിക്ക്. എത്രയും വേഗം മോള് മരുമോളായിട്ട് വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ആ, എല്ലാവർക്കും കാപ്പി എടുക്കടി. അല്ല, സാറ് പറയുന്നത് കേട്ടിട്ട് സന്തോഷമുണ്ട്. എന്നാലും ഒരു റൗഡിയുടെ വീട്ടിൽ നിന്ന് ബന്ധം. ഇങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ല, ഉള്ള മാനം ഇയാൾ കളയും. ശിവ, കുടുംബം എന്ന് പറയുന്നത് ഒരു കോവില് പോലെ. ആ കുടുംബത്തിൽ ഒരാൾ തെറ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് കുടുംബം തകർന്നു പോവില്ല ശിവ. എനിക്ക് ഈ ഫോർമാലിറ്റീസ് ഒന്നും ഇഷ്ടമല്ല. സൂരജിന് പ്രിയെ ഇഷ്ടപ്പെട്ടു, പ്രിയ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. പ്രിയ ഈ വീട്ടിൽ മരുമകളായിട്ട് വരുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൂ. പക്ഷേ ഒന്നുമില്ല, കല്യാണപ്രായം കഴിഞ്ഞ ചേട്ടൻ നിൽക്കുമ്പോൾ അനിയൻ കല്യാണം കഴിച്ചാൽ അത്. ഒന്നിങ്ങോട്ട് വന്നേ. അച്ഛാ, ഇപ്പൊ എന്റെ കല്യാണത്തിന് എന്താ അത്ര ധൃതി? സൂരജ് പ്രിയ ജീവനക്കാൽ ഉപരി സ്നേഹിക്കുന്നില്ലേ? അവർ കല്യാണം കഴിക്കുന്നതിൽ എന്താ തെറ്റ്? നീ എന്താ ഈ പറയുന്നത്? ചേട്ടൻ നിൽക്കുമ്പോൾ അനിയൻ കല്യാണം കഴിച്ച നാളെ നാട്ടുകാരെന്ത് പറയും? നാട്ടുകാരങ്ങനെ പലതും പറയും. എനിക്കെൻ്റെ അനുജൻ്റെ കല്യാണമാണ് മുഖ്യം. അതെത്രയും വേഗം നടത്തുന്നുവോ അത്രയും നല്ലതാണ് നമുക്ക്. നിങ്ങൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന നിങ്ങളുടെ മകന് കല്യാണം വേണ്ടെന്ന് അഭിനയിക്കുന്നു. എന്താ ആലോചിക്കുന്നത്? അല്ല, ഒന്നാലോചിച്ചാ നീ പറഞ്ഞത് ശരിയാ. വാ, നമുക്ക് സംസാരിക്കാം. അല്ല ശിവ, സൂരജിന്റെ പഠിത്തം ഈ വർഷം തീരാൻ പോവാ. പഠിത്തം കഴിഞ്ഞിട്ട് കല്യാണം നടത്താം, അതിനു മുമ്പ് നിശ്ചയം നടത്തിയേക്കാന്നാണ് ഇവൻ പറയുന്നത്. ശിവ സാറേ, ഞങ്ങൾ കൊടൈക്കനാലിൽ പോയിട്ട് വന്നിട്ട് വിവാഹ നിശ്ചയം നടത്താം. അതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും ശരിയായിക്കോട്ടെ. സാറേ, നിങ്ങൾ കണ്ടോ, നിശ്ചയം ഞങ്ങൾ കല്യാണം പോലെ അടിച്ചു പൊളിക്കും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പെണ്ണ് നല്ല സുന്ദരിയാണല്ലേ? നിന്നെ പോലെ തന്നെ. എന്റെ അച്ഛൻ മതി, നമുക്ക് കൊടൈക്കനാലിലേക്ക് പോണ്ടേ? വാ വാ.